ഫിഫ ലോകകപ്പിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മലർത്തിയടിച്ച് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാൻകൂവറിൽ നടന്ന ആവേശം നിറഞ്ഞ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനായില്ല. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിനാണ് സ്വിറ്റ്സർലൻഡ് വിജയം പിടിച്ചെടുത്തത്. 1954 ശേഷം ആദ്യമായാണ് സ്വിറ്റ്സർലൻഡ് ഒരു ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലെത്തുന്നത്. സ്വിസ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇത് 4ാം തവണ മാത്രമാണ് സ്വിറ്റ്സർലൻഡ് അവസാന 8-ൽ ഇടം നേടുന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയൻ താരം ഡാവിൻസൺ സാഞ്ചസിന്റെ കിക്ക് പോസ്റ്റിന് മുകളിൽ ഇടിച്ചു തെറിച്ചതാണ് അവർക്ക് ആദ്യ തിരിച്ചടിയായത്. തൊട്ടു പിന്നാലെ കുച്ചോ ഹെർണാണ്ടസിന്റെ കിക്ക് സ്വിസ് ഗോൾ കീപ്പർ തട്ടിയകറ്റി. ഒടുവിൽ സ്വിറ്റ്സർലൻഡിന്റെ റൂബൻ വർഗാസ് എടുത്ത നിർണായക കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചതോടെ സ്വിസ് ക്യാമ്പിൽ വിജയാഘോഷം അലയടിച്ചു. പരിശീലനത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റ യുവതാരം ജോഹാൻ മൻസാംബിയുടെ അഭാവത്തിലാണ് സ്വിറ്റ്സർലൻഡ് കളിക്കാനിറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കൊളംബിയ വ്യക്തമായ ആധിപത്യം പുലർത്തിയെങ്കിലും ഗോൾ നേടാൻ അവർക്കായില്ല. കൊളംബിയയുടെ ഗുസ്താവോ പ്യൂർട്ടയുടെ മികച്ചൊരു ലോങ് റേഞ്ചർ സ്വിസ് കീപ്പർ കോബൽ രക്ഷപ്പെടുത്തി. രണ്ടാം പകുതിയിൽ കൊളംബിയൻ താരം ലൂയിസ് സുവാരസിന് ലഭിച്ച സുവർണാവസരം പോസ്റ്റിന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അധിക സമയത്ത് കൊളംബിയയുടെ ജോൺ ലുക്കുമിയുടെ ഹെഡർ ബാറിലിടിച്ചു മടങ്ങിയത് സ്വിസ് പടയ്ക്ക് രക്ഷയായി. മറുഭാഗത്ത് പകരക്കാരനായി ഇറങ്ങിയ സ്വിസ് താരം സെഖി അംദൂംനിയുടെ ഗോൾ ശ്രമം ഗോൾ കീപ്പർ കാമിലോ വർഗാസും തടഞ്ഞിരുന്നു. ഒരു ലോകകപ്പ് പതിപ്പിൽ ഒന്നിലധികം നോക്കൌട്ട് മത്സരങ്ങൾ സ്വിറ്റ്സർലൻഡ് വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണ്. മുൻ ലോകകപ്പുകളിൽ 4 തവണയും പ്രീ ക്വാർട്ടറിൽ പുറത്തായ സ്വിസ് സംഘത്തിന് ഈ വിജയം മധുര പ്രതികാരവും ചരിത്ര നിമിഷവുമായി മാറി. ക്വാർട്ടറിൽ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.